നമ്മുടെ മുരിങ്ങക്കായ വീടിന്റെ ഉള്ളിലാണ്. ഉള്ളിൽ നിന്നാ കിട്ടൂല. ഇതാണ് നല്ല മൂത്തട്ടില്ല. ഇത് കിളുന്ന് ഇത്ര ആകണം. മുരിങ്ങക്കായ മമ്മി കുക്കറിൽ അരിഞ്ഞിട്ടുണ്ട്. ഇനി മല്ലിയില ഇതിൽ കൂടിയാണ് ഇടാൻ. അയ്യോ ഞാന് പിട്ടാനേ. അയ്യോ പോകും പുറത്തേക്ക്. അരിച്ചെടുത്തിട്ട് സൂപ്പറായിട്ട് കിട്ടുന്നുണ്ട്. പൾപ്പ് എടുക്കാല്ലേ. നമ്മൊരു മാങ്ങ ഹൽവയൊക്കെ ഉണ്ടാക്കി ആണ് ഓർമ്മ വരുന്നേ. അല്ലേ കൊള്ളാ. ഒരുവിധം തിളച്ചല്ല നിർത്താം. മമ്മി അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നോയില് പറഞ്ഞിട്ടുണ്ടായി എന്നോട് എന്തെന്ന്. മമ്മി സത്യസന്ധമായിട്ട് പറഞ്ഞാൽ മതി. മമ്മി കൂട്ടിയും കുറച്ചും ഒന്നും പറയണ്ട അതെങ്ങനെയെന്ന്. പക്ഷെ മമ്മിക്ക് ഇഷ്ടായി. ചായക്ക് ദേ മസാല ദോശ. നമ്മുടെ ബീട്രൂട്ട് ഉരുളക്കിഴങ്ങും കൂടി ബീട്രൂട്ടും ഉരുളക്കിഴങ്ങും കൂടി ഫില്ലിങ് ചെയ്ത മസാല ദോശ. ബീട്രൂട്ട് രസം. പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. അറിയാൻ പാടില്ലാണ്ട തിന്ന് നോക്ക് നീ, അപ്പൊ അറിയാം. അപ്പൊ മസാല ദോശ വെന്തോണ്ടിരിക്കണേണ്, വേഗട്ടെ. അപ്പൊ പിന്നെ നമ്മ ഇന്നൊരു സ്പെഷ്യൽ ചെയ്യുന്നുണ്ട് മക്കളെ. എന്നിട്ടാന്ന് വെച്ച് കഴിഞ്ഞാ മുരിങ്ങക്കായ സൂപ്പ്. ഇപ്പോഴത്തെ സമയത്ത്, ഈ ചൂട് സമയത്ത് മുരിങ്ങക്കായ ഇപ്പം എല്ലായിടത്തും സുലഭമായിട്ട് കിട്ടും. നമ്മുടെ വീട്ടിലുണ്ട്. അത് നിങ്ങളെ മമ്മി കാണിച്ചു തന്നിട്ടുണ്ടായില്ലേ. അപ്പം ഇപ്പം അതായിട്ടുണ്ട്. അതിന് 2 മുരിങ്ങക്കായ എടുത്തുകൊണ്ട് നമുക്ക് സൂപ്പ് ഉണ്ടാക്കാം. മുരിങ്ങക്കായ പൊട്ടിക്കാൻ പോകാം. നമ്മുടെ മരുത്തുമേന്ന് പൊട്ടിച്ചുണ്ടാക്കാം. അപ്പം അത് മമ്മി കാണിച്ചു തരാ. വാ. നമ്മുടെ മുരിങ്ങക്കായ എവിടെ വെക്കണം? വീടിന്റെ ഉള്ളിലാ പുറത്താ? നമ്മുടെ മുരിങ്ങക്കായ വീടിന്റെ ഉള്ളിലാണ്. ഉള്ളിൽ നിന്നാ കിട്ടൂല. അയ്യോ അമ്മൂസേ ദോശ ഒന്ന് നോക്കിയേക്ക്. ബാ ഇവിടെ വെള്ളം വീഴച്ച. അവിടെ നേരം വെളുത്ത് വന്നുള്ളൂ. അധികം നേരം വെളുത്തല്ല, 8 മണിയായിട്ടുള്ളൂ അല്ലേ അമ്മേ? നേരം വെളുത്ത് വന്നുള്ളൂ എന്നാ. അപ്പൊ നേരാ മക്കളെ. ഇതവിടെ മൂത്തത് കണ്ടു, പക്ഷെ എത്തില്ലല്ലടാ. അത് ഇന്ന് തന്നെ പൊട്ടിക്കാൻ നോക്കട്ടെ. ഇത് മൂക്കാത്തതല്ലേ. എന്തേടാ മമ്മി മുരിങ്ങക്കായ അപ്പുറത്തേക്ക് തട്ടിട്ടു. അപ്പുറത്തേക്ക് തട്ടി പറമ്പിന്ന് എടുത്തിട്ട് വരുന്നതാണ് ഈ കാണുന്നത്. ഇപ്പുറത്ത് കിട്ടൂല മക്കളെ, അത് അപ്പുറത്തേക്ക് വീണു. അപ്പൊ അത് പോയി എടുക്കാൻ വന്നപ്പോ അവൻ ഓടിക്കാടി വന്നേക്കണ് കൂടെ. അപ്പൊ ദേ മുരിങ്ങക്കായ, സൂപ്പർ മുരിങ്ങക്കായ. മമ്മിയുടെ വീട്ടിലത്തെ മുരിങ്ങക്കായ ഇത്രയും വണ്ണം വെക്കും. ഇതാണ് നല്ല മൂത്തട്ടില്ല. ഇത് കിളുന്ന് ഇത്ര ആകണം. ഇത് ഇങ്ങനത്തെ ഹൈബ്രിഡ് പോലത്തെ സാധനമാണ്. എന്നാലാണ് ഇതിന്റെ ടേസ്റ്റ്. ഞരമ്പ് പോലെ ഇരുന്ന രസമില്ല. അപ്പൊ ബാ മക്കളെ, നമുക്ക് എന്താണോ മൂസേ ഒന്നും മിണ്ടാണ്ട്. അപ്പൊ നമുക്ക് വേണ്ട സാധനങ്ങൾ പറഞ്ഞാ മൂസേ. അമ്മൂസ വാ, ഓടിയാ പരിചയപ്പെടുത്ത്. വേണ്ട സാധനങ്ങള്: മുരിങ്ങാക്കോല്, തക്കാളി, സവോള, വെളുത്തുള്ളി ചതച്ചത്, മല്ലിയില, കുരുമുളക് പൊടി, ജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്. പിന്നെ കുറച്ച് ഇതെല്ലാരും കൂടി ഇതൊക്കെ എന്തൊരു ചെയ്യേണ്ടത് നമുക്ക് കുക്കറിൽ ഇട്ടങ്ങട്. അപ്പൊ മക്കളെ ഇതേ മുരിങ്ങക്കായ മമ്മി കുക്കറിൽ അരിഞ്ഞിട്ടുണ്ട്. ഇനി മല്ലിയില ഇതിൽ കൂടിയാണ് ഇടാൻ. അയ്യോ ഞാന് പിട്ടാനേ. എനിക്കറിയില്ല കൃത്യമായിട്ട്. അമ്മൂനാണ് ഇതിന്റെ അറിവ്. അപ്പൊ അമ്മു ദോശ ഉണ്ടാക്കാൻ നിന്ന കാരണം മമ്മി നിന്നത്. അപ്പൊ മുരിങ്ങക്കായ, സവോള, തക്കാളി, വെളുത്തുള്ളി ചതക്കണ്ടല്ലോ, അങ്ങനെ തന്നെയല്ലേ ഇടുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇപ്പോഴല്ല, മഞ്ഞപ്പൊടി ഇടണോ? ലേശം മഞ്ഞപ്പൊടി ഇടാം. ലേശം മതിയില്ലേ? പിന്നെ കളർ മാറൂലേ? കളർ മാറണല്ലോ. മഞ്ഞ കളർ. സൂപ്പ് വെറുതെ വെള്ളം പോലെ. ലേശം ഉപ്പിടാം. എന്നിട്ട് 3 കപ്പ് വെള്ളം. പക്ഷെ നമുക്ക് ആവശ്യത്തിന് എടുത്താൽ മതി. ഇപ്പൊ വീടുകളിൽ ആൾക്കാരുള്ളതനുസരിച്ച് എടുത്താൽ മതി. പക്ഷെ നമ്മുടെ മുരിങ്ങക്കായ നല്ല വലുതായതുകൊണ്ട് മുരിങ്ങക്കായ
വലുതായതുകൊണ്ടേ നല്ല ദശ കഴുമ്പ് കിട്ടും. അപ്പൊ മക്കളെ ഇത് ചെയ്ത് നമുക്ക് ടേസ്റ്റ് നോക്കാം. 2 വിസിലടിക്കണം. 2 വിസിലടിക്കണം. മുരിങ്ങക്കായ്ക്ക് അധികം വേവില്ലല്ലോ. 2 വിസിലടിച്ചിട്ട് ആറിയിട്ട് മുരിങ്ങക്കായ ഞാൻ കാണിച്ച് തരാ പറയുകയും ചെയ്യാം. ആറി കഴിഞ്ഞിട്ട് മുരിങ്ങക്കായ ഇതെല്ലാനും കൂടി അരിച്ച് ഈ വെള്ളം മാറ്റി കളയല്ല മാറ്റി വെക്കുക. എന്നിട്ട് ഇതിന്റെ മുരിങ്ങക്കായും തക്കാളിയും ഇതൊക്കെ ഇല്ലേ, മുരിങ്ങക്കായുടെ ഉള്ളിൽ നിന്ന് ആ കഴമ്പ് ചിരണ്ടി എടുത്തിട്ട് ഇതെല്ലാരും കൂടി മിക്സിയിലിട്ട് അടിക്കുക. എന്നിട്ട് കടുക് ഇടൂല അല്ലേ, എന്നിട്ട് നെയ്യില് മിക്സിയിൽ അടിച്ചൊരു സാധനം ഇട്ടൊന്ന് വഴറ്റി കൊടുത്തുകൊണ്ട് കുരുമുളക് പൊടി ഇടാ. അത് കാണിച്ചരാ ആദ്യം നമുക്ക് വിസിലടുപ്പിച്ച് എടുക്കാം. ദോശ അങ്ങനെ മൊരിയട്ടെ. കത്തിച്ചോ ദോശ അപ്പുറത്തേക്ക് വെക്കി. ഇതാണ് വലിയ അടപ്പ്. നമുക്ക് ഇതിനകത്ത് വെച്ചാൽ വേഗമാകും. അപ്പൊ നമുക്ക് മല്ലിയില ഇത് മതിയില്ല, മല്ലിയിലൊക്കെ മതി ഇത്. അപ്പൊ മക്കളെ ദേ മുരിങ്ങക്കായ നല്ല വെന്ത് വന്നിട്ടുണ്ട്. അപ്പം മമ്മി അരിച്ചെടുക്കട്ടെ കേട്ടാ. അയ്യോ പോകും ഇത് പുറത്തേക്ക്. അരിച്ചെടുത്തിട്ട് ഈ ഇതുണ്ടല്ലോ അതിൻ്റെ ഉള്ളിലത്തെ മിക്സ് എടുക്കാം. മിക്സിയിലിട്ട് അടിക്കുക. എന്നിട്ട് നെയ്യ് ഒഴിക്കുക. എന്നിട്ട് ആ മിക്സിയിലിട്ട് അടിച്ചേക്കണ സാധനമില്ലേ അത് നെയ്യിലൊന്ന് പതുക്കെ വഴറ്റുക. വേറൊന്നും ഇടണ്ട, നെയ്യിൽ പതുക്കെ ഒന്ന് വഴറ്റി കഴിഞ്ഞിട്ട് ഈ അരച്ചു വെച്ചേക്കണ വെള്ളം ഉണ്ടല്ലോ അത് അതിൽ കൂടെ ഒഴിക്കുക. എന്നിട്ട് ഈ മല്ലിയിലയും വിതറി ഒന്ന് തിളപ്പിച്ച് ആറി സൂപ്പായി. അങ്ങനെയാണ്. മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ഓക്കെ, ഇങ്ങനെയാണ് ഈ സാധനം എടുക്കുക. അമ്മു നല്ല സൂപ്പറായിട്ട് കിട്ടുന്നുണ്ട്. അങ്ങനെ എല്ലാരും മിക്സിയിലിട്ട് അടിക്കണം. അത് തന്നെ കണ്ട, ഇതാണ് ഇതിന്റെ പണി. അപ്പൊ മക്കളെ മുരിങ്ങക്കായുടെ ദശ, മുരിങ്ങക്കായുടെ അതെടുത്ത് മമ്മി മിക്സിയിലിട്ട് ഇനി ഇതേ എന്നിട്ടാ പറയാമോ, സവോള തക്കാളി പിന്നെ എന്തിട്ടാണ് ഒരു കൂട്ടം കൂടി ഉണ്ടായില്ല മൂസേ, വെളുത്തുള്ളി അതും കൂടി എടുത്ത് മിക്സിയിലിട്ടൊന്ന് നെയ്യിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അത്രേ ഉള്ളൂ. എന്നിട്ട് ആ വെള്ളം അതന്നെ നമ്മൾ എടുത്ത് വെച്ചേക്കണ വെള്ളമായിട്ട് മിക്സ് ചെയ്യും. അപ്പൊ മക്കളെ ദേ മമ്മി ദേ അതിന്റെ പൾപ്പ് അത് അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ട, ഇതിങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി നല്ല ചൂടായി. അപ്പൊ നെയ്യ് മതി അത്ര മതി. ഒരു ലേശം കൂടി ഇടാ. മതി. എന്നിട്ട് ഇനി ഈ സാധനം ഈ പൾപ്പായിട്ടിരിക്കില്ലേ അതാദ്യം ഇട്ടൊന്ന് വഴറ്റിയെടുക്കണം. വഴറ്റിന്ന് വെച്ചാൽ ഇത് വെന്തേക്കണതാണ് ഓൾറെഡി. അപ്പൊ പച്ചച്ചുക മാറാനായിട്ട് നമ്മ വഴറ്റണത്. പക്ഷെ അത് കുഴപ്പമില്ല, അത് ഇങ്ങനെ ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി. നമ്മൊരു മാങ്ങ ഹൽവയൊക്കെ ഉണ്ടാക്കില്ല, ആ ഒരു ആണ് ഓർമ്മ വരുന്നേ. എല്ലാം കൂടി ആകുമ്പോ ഇങ്ങനെ വരുന്നുണ്ട്. മൊരിയണ്ട അധികം. അവരിങ്ങനെ ഒന്ന് കാണിച്ച് നന്നായി ചൂടായിട്ട് ഇനി ഇതിട്ടെടുക്കണം അല്ലെ. ഇതിനകത്ത് തന്നെ അല്ലേ മോനെ ജീരകം പൊടിച്ചത് ഇടണേ? ഇതിട്ടിട്ട് ഇടണേ? അറിയുള്ളൂ. എന്നിട്ട് ഈ വെള്ളം ഈ അരച്ച് മാറ്റി വെച്ചേക്കണ വെള്ളം ഒഴിക്കട്ടെ കേട്ടോ മമ്മി. ദൈവമേ കാത്തോളണേന്ന് പറയണം. ഇത് ടേസ്റ്റ് ഉണ്ടാവാൻ സാധ്യത കുറവാ, പക്ഷെ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനം. അതന്നെ ഹെൽത്തിയാണ്. എന്നിട്ട് ഇനി ഇതേമോനെ കാണിക്ക്. ജീരകപ്പൊടി കുരുമുളക് പൊടി അതൊക്കെ കുറേശ്ശെ മതി കേട്ടോ മക്കളെ. ഇത്രയും. പിന്നെ ഒരു കൂട്ടം കൂടി ഇടണം. ജ്യൂസിന് ഇതിന്റെ ഒരു ഇത് വരുന്നുണ്ട്. പിന്നെ അതെ മല്ലിയില
മല്ലിയില ഇതും കൂടി ഇട്ടിരുന്ന് ഒന്ന് ഇതായി കഴിഞ്ഞാൽ നമുക്ക് തിളവന്നല്ലേ? കഴിക്കാം. ഉപ്പ് നോക്കിയിട്ട് ഇരുന്നാൽ ഇനി വേണമെങ്കിൽ നമ്മൾ വേവിച്ചപ്പോ ഇട്ടിരുന്നു അതൊന്നും നോക്കാം. വേവിച്ചപ്പോ നമ്മ ഇട്ട് ഉപ്പ് എന്നാലും നോക്കട്ടെ മമ്മി എടുത്ത് ഉപ്പ് ടേസ്റ്റ് നോക്കി. ദൈവമേ, യേശുവേ സഹായിക്കുന്നു. സൂപ്പൊക്കെ ഇല്ലാതെ ഇരിക്കും. കൊള്ളാം. നിക്ക് മമ്മി എടുത്ത് തരാം. ദൈവമേ, ആ ഉപ്പ് ഇത് മതി മോനെ. ഉണ്ടല്ലേ? ഉപ്പുണ്ട്. ഒരേ ഗ്ലാസ് കൊണ്ടുപോയിക്കോ രണ്ടുപേരും ജോലിക്ക് കൊടുത്ത് അവിടെ കുടിക്കാം. അല്ലാതെ തമാശ ഹായ്. അല്ലേ? കൊള്ളാ. ടേസ്റ്റ് ഉണ്ടോ? ആ ഒരുവിധം ആ തിളച്ചല്ല നിർത്താം. മതി. അപ്പൊ തിള വന്നു, സംഭവം നിർത്തിയുണ്ട്. സംഭവം ചെറിയൊരു തിള വന്നാൽ മതി, അത് മതി. അത് നല്ല കട്ടി മറ്റേ ദേ. സൂപ്പിന്റെ കൺസിസ്റ്റൻസി സൂപ്പ് തന്നെ. ആ സൂപ്പിന്റെ പോലെ തന്നെ പക്ഷെ രസമുണ്ടിനോ അല്ലേ? സൂപ്പറാണ് ഓനെ. അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കില്ലേ? അമ്മത് അവിടെ കണ്ട ഒരു ഹിന്ദി ചാനലിലാണ് അവിടെ ഹിന്ദി ചാനലിൽ കണ്ടതാ. പക്ഷേ ഈ മുരിങ്ങക്കോല് കഴിക്കാൻ ചിലവർക്കൊക്കെ മടിയുണ്ടാകും സ്വാഗതം. പക്ഷെ ഇത് അതന്നെ Taste ഉണ്ടല്ലേ? നല്ലതാ, രസമുണ്ട്. അപ്പൊ മക്കളെ അപ്പൊ എല്ലാവരും try നല്ല ചെയ്തോളൂ. നല്ല ഹെൽത്തി ആയ സംഭവമാണ്. മമ്മി അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നോയിൽ പറഞ്ഞിട്ടുണ്ടായി എന്നോട് എന്തെന്ന് മമ്മി സത്യസന്ധമായിട്ട് പറഞ്ഞാൽ മതി. മമ്മി കൂട്ടിയും കുറച്ചും ഒന്നും പറയണ്ട അതെങ്ങനെയെന്ന്. പക്ഷെ മമ്മിക്ക് ഇഷ്ടായി. അപ്പൊ മക്കളെ എല്ലാവരും ഈ സമയത്ത്, ഈ ചൂട് സമയത്ത് മുരിങ്ങക്കായ സുലഭമായിട്ട് കിട്ടണതാണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ അധികം ഇതൊന്നുമില്ല, സിമ്പിളാണ്. കണ്ടില്ലേ മക്കൾ മമ്മി കാണിച്ചത്? അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, കഴിച്ചു നോക്കിക്കോളൂ. ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഓക്കേ. അപ്പൊ കഴിച്ചേ സൂപ്പ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ സൂപ്പ് ഉണ്ടാക്കി കഴിഞ്ഞ് ഞങ്ങൾ ടേസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കി. അടുത്തത് എന്നിട്ടും ഇത് മസാല ദോശ. മസാല ദോശ അത് ബീറ്റ്റൂട്ട് ഉരുളക്കിഴങ്ങും കൂടി ഇട്ടു മമ്മി. അപ്പൊ ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഇതിന് സൈഡൊന്നും ഇല്ല. മസാല ദോശ അടിപൊളിയല്ലേ? സൈഡ് എന്നിട്ടോ സൈഡൊന്നും ഇല്ല. ചമ്മന്തിന്റെ ആയി ശരി അമ്മ ആളുള്ളല്ലോ. നല്ലതാടാ ഇത്, അല്ലാണ്ട് തിന്നാൻ നല്ലതാ. അതെ. അപ്പൊ മക്കളെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇതാണ്ട സൂപ്പ് മമ്മിട. എല്ലാവരും കാണാ, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്താം. ഓക്കേ.